അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് വന്ന ഷെല്ല് ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തുരന്നാണ് ഉള്ളിലേക്ക് വന്നത്. രാത്രി 12:30 തുടങ്ങിയ ഷെല്ലിംഗ് ആയിരുന്നു. ആ ഷെല്ലിംഗാണ് പുലർച്ചെ 6 മണി വരെ നീണ്ടുനിന്നത്. ഒരു യുദ്ധം ബാക്കിയാക്കുന്നത് കുറേ മനുഷ്യരുടെ കണ്ണീര് മാത്രമാണ്. ഭാഗ്യവശാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിൽ കലാശിക്കാതെ അവസാനിച്ചു. എന്തായാലും ആ സംഘർഷ മേഖലയിൽ കുറേ അധികം ദിവസം ഈ നടന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത 2 പേർ, മാതൃഭൂമിയിലെ ബി ബാലഗോപാലും ജഗദീഷ് ബിഷ്ടും നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ആ സംഘർഷ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ആ മേഖലയിലൊക്കെ നടന്നത്? അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. 2 പേർക്കും സ്വാഗതം. ബാലുചേട്ടാ, ഈ സംഘർഷ മേഖല നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവിടെ അത് സംഭവിക്കുന്നതാണ് നമ്മൾ പറയുക. പക്ഷേ ഇവിടെ ഇത് സംഭവിക്കുന്നതെന്നാണ് ബാലുചേട്ടനും ജഗദീഷേട്ടനും കൂടി ആ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പം ഈ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷം ഏത് നിമിഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായി പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെന്ന് ആദ്യം കാണുന്ന അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം വൈകിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. നമ്മളിവിടെ നിന്ന് പോകുന്നതിൻ്റെ സമയത്ത് തന്നെ പൂഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജമ്മുവിലെ ഈ അതിർത്തി ഗ്രാമങ്ങളിലൊന്നായ പൂഞ്ചിൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടുത്തെ ഷെല്ലിങ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യ പ്രത്യാക്രമണം ഉണ്ടാകുന്നത് പൂഞ്ചിലായിരുന്നു. പൂഞ്ചിലും ഉറിയിലും ബോർഡർ പോസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ പൂഞ്ചിൽ ഷെല്ലിങ് ഉണ്ടായിരുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. അവിടെ ഒരു ഗുരുദ്വാര തകർക്കപ്പെട്ടു എന്ന് ഉള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ജമ്മുവിൽ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് പൂഞ്ചായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പൂഞ്ചിൽ പോകാനുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമുക്ക് എത്തപ്പെടണമെങ്കിൽ 2 മാർഗ്ഗങ്ങൾ മാത്രമേ റോഡ് മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ നമ്മൾ ബനിഹൽ പാസ് വഴി പോകണം, അതല്ല എങ്കിൽ പീർപഞ്ചൽ റേഞ്ച് വഴി മുഗൾ റോഡ് വഴി പോകണം. അപ്പോൾ പൂഞ്ചിൽ പോയിട്ട് അവിടെ നിന്ന് പീർപഞ്ചൽ റോഡ് വഴി നമുക്ക് ശ്രീനഗറിൽ പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ ജമ്മുവിലെത്തുന്നു. ജമ്മുവിലെത്തി പുലർച്ചെയായിരുന്നു നമ്മൾ ജമ്മുവിലെത്തുന്നത്. പക്ഷേ ഞങ്ങളവിടെ ഹോട്ടലൊന്നും എടുത്തില്ല. ഞങ്ങളൊരു ടാക്സി എടുത്തിട്ട് നേരെ പൂഞ്ചിലേക്ക് പോവുകയായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് പൂഞ്ചിലെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുക, അതായത് ശ്രീനഗറിൽ അന്ന് തന്നെ എത്താൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. കാരണം ഈ പീർപഞ്ചൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം വൈകിട്ട് 5-6 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് പൂഞ്ചിലെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് അതുവഴി പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷേ നമ്മൾ പൂഞ്ചിലെത്തുന്നത്, ഈ പൂഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് പൂഞ്ചിൽ ഈ തലേ ദിവസത്തെ ഭയങ്കര ഷെല്ലിങ്ങൊക്കെ കാരണം വലിയ ഈ സുരക്ഷാ പരിശോധനകൾ, അങ്ങോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെ പോകണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴിയെല്ലാം ഈ മിലിറ്ററി കോൺവോയ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ കോൺവോയ് സത്യത്തിൽ ഇതിൻ്റെ പൂഞ്ചിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ അത്രത്തോളം നമുക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം അവിടെ എത്തുന്നത് ഗുരുദ്വാരയിലായിരുന്നു. ആ ഗുരുദ്വാര ആണ് പിന്നീട് വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറഞ്ഞ ഈ തകർക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി പറയപ്പെടുന്ന സ്ഥലം, തകർക്കപ്പെട്ട ഒരു സ്ഥലം. അവിടെ ചെല്ലുന്നു, അവിടുത്തെ ഷൂട്ടൊക്കെ കഴിയുന്നു. തുടർന്ന് ഞങ്ങൾ പൂഞ്ച് ഇതിലൊക്കെ സിറ്റിക്കകത്തൊക്കെ പല സ്ഥലങ്ങളിലാണ്. കാരണം തലേ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള ഈ സർക്കാരിൻ്റെ ഇവിടെ ഡൽഹിയിൽ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്തായിരുന്നു ഈ പൂഞ്ചിലെ ആക്രമണം തുടങ്ങണം, ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിങ് തുടങ്ങണം. അത് 3 മണിക്കൂറോളം നീണ്ടു വന്നു. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പറയുന്ന ഞാനും ജഗദീഷും ഇതിനു മുമ്പും ഈ ആർമിയുടെ പല ഇതിനുമൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട്. അങ്ങനെ 1-2 കോൺടാക്ട്സിനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഒരു സ്ഥലത്തൊരു ഷെല്ലിങ് നടക്കുകയാണെങ്കിൽ പിന്നെ അന്ന് ദിവസം പിന്നെ അവിടെ അങ്ങനെ നടക്കില്ല. കാരണം റെക്കർ ചെയ്തുണ്ടാകില്ല, തൊട്ട് വേറൊരു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് പറയും. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പൂഞ്ചിൽ അന്ന് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഞങ്ങൾക്ക് പൂഞ്ചിൽ നിന്ന് അന്ന് പീർപഞ്ചൽ വഴി ശ്രീനഗറിൽ പിന്നെ പോകാൻ പറ്റില്ല എന്ന് ഏറെക്കുറെ വളരെ വൈകി 3 മണിയൊക്കെ ആയി നമ്മുടെ ഒരു പൂഞ്ചിലെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും, ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ പൂഞ്ചിൽ അന്ന് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ബോർഡർ ഏരിയയിൽ ഷെല്ലിങ്ങൊക്കെ നടക്കുമെന്ന് ഉള്ളൊരു ഒരു തോന്നലൊക്കെ നമുക്ക് മീൻസ് ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വലിയ തോതിലുണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ അത് അങ്ങനെയല്ലായിരുന്നു ആ ദിവസം പിന്നീട് പോയിരുന്നത്. അത് വലിയൊരു
ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു അനുഭവങ്ങളുടെ ഒരു ദിവസമായിരുന്നു അത്. അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണോ നമ്മൾ ആ ദൃശ്യം കണ്ടത്? അല്ലല്ല, അത് അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു. പൂഞ്ചിൽ ഞങ്ങൾ ഒരു ഹോട്ടലിലായിരുന്നു താമസിക്കുന്നത്. ഞങ്ങളൊരു ഹോട്ടലിൽ താമസിച്ചിട്ട് ഞങ്ങളുടെ ലൈവ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ അന്ന് SPT തുടങ്ങുന്നത് 7:30 മണിക്കായിരുന്നു. നമ്മൾ ഒരു സ്പെഷ്യൽ SPT ആയിരുന്നു 7 തൊട്ട്. എനിക്ക് തോന്നുന്നു അനൂപും ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മളെല്ലാ റിപ്പോർട്ടർമാരും നിന്ന് നടത്തിയിരുന്ന SPT ആയിരുന്നു. SPTക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലിരിക്കും. അപ്പം ഞങ്ങളുണ്ട്, ഒരു കാശ്മീരി ഫാമിലി ഉണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാശ്മീരി ഫാമിലി പെട്ടെന്ന് അവർ എണീക്കുകയാണ്. എന്നിട്ട് അവർ നമ്മളെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞു, അവരുടെ ഭാഷയിലാണ് പറഞ്ഞത് അല്ലേ, അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു. അതെന്താണെന്ന് സത്യത്തിൽ ആ സമയത്ത് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ജമ്മുവിൽ അറ്റാക്ക് തുടങ്ങി. അപ്പം നമ്മളിതൊരു വേറെ ഒരിടത്തുനിന്നും നമുക്ക് വേറെ വിവരമോ വേറെ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു അറ്റാക്കിനെ സംബന്ധിച്ചൊരു വിവരമൊന്നും ഇല്ലായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് അവർ പോകാന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ ആളുടെ വീട്ടിലെന്തോ വീടിൻ്റെ അടുത്താണ് ജമ്മുവിലുള്ള ആരോ റിലേറ്റീവ് ഉണ്ട് അവിടെ. അപ്പോൾ അത് പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ അവന്മാർ കരച്ചിൽ. അപ്പോൾ കരച്ചിലായിട്ടങ്ങ് പോയി. അപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല, കശ്മീരിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും ആ സമയത്ത് മനസ്സിലായില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈറൻ കേട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു യഥാർത്ഥ സൈറൻ, ബ്ലാക്ക് കോട്ടിൻ്റെ യഥാർത്ഥ സൈറൻ, നമ്മൾ ഈ മോക്കല്ല. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഇത് പോയി, ഇത് കറണ്ട് ബ്ലാക്ക് ഔട്ടായി. പെട്ടെന്ന് തന്നെ ഈ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തീർന്നിട്ടില്ല. നമ്മൾ രണ്ടാമത് റൊട്ടി പറഞ്ഞ് റൊട്ടിക്കായി കാത്തിരിക്കുന്ന സമയത്ത് റൊട്ടിയും ദാലും മിക്സ്ഡ് വെജിറ്റബിൾ ആണെന്നാണ് ഓർമ്മ. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും തന്നെ ഹോട്ടലിൽ അവർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് മുറിയിലേക്ക് പോകണം, ഇനി ഇവിടെ പറ്റില്ല എന്ന് പറയും. ഇതെല്ലാം നടന്നത്, അതായത് നമ്മൾ ഈ കാണുന്നത് പോലെ അല്ല. യഥാർത്ഥ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കും. അപ്പോഴും തന്നെ ഈ കംപ്ലീറ്റ് മറ്റേ ലൈറ്റും പോയി, എല്ലാം പോയി. അവിടുന്ന് അവർ പിന്നെ കഴിക്കാനും സമ്മതിച്ചില്ല. അപ്പോഴും തന്നെ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഷട്ടറായിരുന്നു. അപ്പോൾ ആ ഷട്ടർ അവർ പെട്ടെന്ന് തന്നെ വലിച്ച് താഴെ ഇട്ടു. ഞങ്ങൾ ഈ റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കി. കാരണം പുറത്ത് നോക്കുമ്പോഴത്തേക്കാണ് പൂർണ്ണമായും വിജനമായ ഒരു വിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ഇരുട്ട് മാത്രം. ആ സമയത്ത് അവിടെ വെടിവെപ്പൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് വേറെ ഷെല്ലിങ്ങോ വെടിവെപ്പോ ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ജഗദീഷിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും. അപ്പോൾ ഈ നെറ്റുണ്ട്. അപ്പം നെറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സംഘർഷം നടക്കുന്നതായിട്ടൊക്കെ ഈ ജമ്മുവിൽ ഡ്രോൺ അറ്റാക്ക് തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡെസ്കിൽ എങ്കിൽ ലൈവിന് വിളിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ മുറിയാണ്, അപ്പോൾ നമ്മുടെ കർട്ടനൊക്കെ ഉണ്ട്, അപ്പം വേറെ വെളിച്ചമൊന്നും കാണില്ല എന്നുള്ള ധാരണയിൽ നമ്മൾ ജഗദീഷ് ക്യാമറ സെറ്റ് ചെയ്തു, ഫ്ലാഷ് ലൈറ്റ് വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ഞങ്ങൾ ഈ മുറിയിൽ വന്ന് തട്ടി. എന്നിട്ട് അവർ പറഞ്ഞു, അവർ ഹോട്ടലിലെ ആൾക്കാരായിരുന്നു, വേറെ എവിടുന്ന് അവർക്ക് മെസ്സേജ് വന്നു, നമ്മുടെ മുറിയിൽ ഈ പ്രകാശമുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. പിന്നീട് നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല അന്ന് രാത്രി. അപ്പം ആ ഇരുട്ടുന്ന് ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ഡെസ്കിനെ വിളിച്ചു, ലൈവ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അതിന് മുന്നേ അവന്മാർ വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ്, ഇത് ഈ നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കണം, പാടില്ല, ശബ്ദം പാടില്ല, ലൈറ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ആർമിയുടെ കോൺവേ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ വിഷലടിക്കുന്നുണ്ട്, അത് എല്ലാ ആൾക്കാരെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുമില്ല, പുറത്ത് ആരുമില്ല, എല്ലാവരും അകത്താണ്, ലൈറ്റ് ഓഫാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ആ സമയത്ത് ഫ്രെയിം വെച്ചു. പേടിച്ചോ എന്ന് പറഞ്ഞാൽ പേടിച്ചു, പക്ഷേ എന്നാൽ നമ്മളൊരു ജോലിയില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ജോലി കഴിഞ്ഞിട്ടാണല്ലോ പേടി, അത് ജോലി അത് കഴിഞ്ഞാണ് പേടി. അപ്പോൾ അങ്ങനെ ഫ്രെയിം വെച്ചിട്ട് അപ്പോൾ പിന്നെ വെളിച്ചം കിട്ടണ്ടേ, അപ്പോൾ വെളിച്ചം കിട്ടാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, നമ്മുടെ മൊബൈലിന് ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലാഷ് ലൈറ്റ് ഇല്ല, സ്ക്രീൻ ലൈറ്റ്, ചെറിയ വെളിച്ചം,
അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓഫായി പോകും, അപ്പോൾ വീണ്ടും ഓൺ ചെയ്ത് അങ്ങനെ പോയി. ഈ ആർമിയുടെ കോൺവോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് താല്പര്യമുള്ള കാര്യങ്ങളും കൂടെ പറയാം. ഈ ആർമിയുടെ കോൺവോയ് എന്ന് പറയുന്നത് ഈ രാത്രി അവർ ഈ പൂഞ്ച് പട്ടണത്തിലൂടെ ഇവർ ഈ സർവേലൻസിന് വേണ്ടി വരണതാണ്. അപ്പോൾ അവരുടെ വണ്ടിക്കകത്തും യാതൊരു തരത്തിലുള്ള വെളിച്ചമോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കോൺവോയ് നമ്മൾ കാണുന്നുണ്ട്. അതായത് അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ ഒരു 2-3 സൈനികർ നടക്കും. ആ സൈനികരുടെ അത് വച്ചിട്ടാണ് ആ ഡ്രൈവർ ഈ വണ്ടി കൊണ്ടുപോകണം. കുറ്റാക്കൂരിരുട്ടിൽ ഈ വാഹനം പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലുള്ള ഇതുപോലും ഇല്ലായിരുന്നു. ഒരു 11 മണിയൊക്കെ ആവും, ഒരു 10 അല്ല 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പിന്നെ ഈ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ ഷെല്ലിങ് എന്താണ്. ഷെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അനൂപ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെല്ലിങ്ങിൻ്റെയും അല്ലെങ്കിൽ മിസൈലാണോ ഷെല്ലാണോ അല്ലെങ്കിൽ വെടിവെപ്പാണോ എന്നൊക്കെ ഉള്ള തിരിച്ചറിയാനുള്ള അല്ലെ ഒരു ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം കേൾക്കുക ഒരു തീ പോലെ വരുന്നത് കാണുക നമുക്ക് ഇല്ല. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ കർട്ടനൊന്നും പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തീയൊന്നും കാണുന്നില്ല. ഞങ്ങളാകെ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ ഈ എൻ്റെയൊക്കെ നാട്ടിൽ ദീപാവലിക്ക് ഈ ഒരു 4-5 അമിട്ട് ഒന്നിച്ചിട്ട് പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു. അപ്പം ഞങ്ങൾ വളരെ ഇതായി. അങ്ങനെ ഇതായപ്പോഴത്തേക്കും ഒരു 12:30-1 മണിയായപ്പോൾ വീണ്ടും ഞങ്ങളുടെ മുറിയിൽ ഒരാൾ വന്ന് തട്ടുന്നുണ്ട്. അത് ഈ ഹോട്ടലിൽ അവർ വന്ന് തട്ടിയതാണ്. അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു അവർക്ക് ബങ്കറില്ല, പക്ഷേ ഈ താഴെ ഈ പാർക്കിങ്ങിനുള്ള ബേസ്മെൻറ്റിൽ അവരുടെ കിച്ചൺ പോലത്തെ സംവിധാനം ഉണ്ട്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ പോയിരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ കട്ടിലിൻ്റെ അടിയിൽ. കാരണം ഇത് ഏതെങ്കിലും കാരണവശാൽ ഇത് പൊട്ടിയെങ്ങാനും വീഴുകയാണെങ്കിൽ മറ്റേ ഈ ഒരു സുരക്ഷിതമായി നമ്മളെ നേരിട്ട് വന്നിരിക്കാതിരിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ഈ ലൈവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ബേസ്മെൻറ്റിൽ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ബേസ്മെൻറ്റിൽ പോകണ്ട, ഏതായാലും അവിടെ തന്നെ ഇരിക്കാം. പക്ഷേ ഞങ്ങൾ അന്നേ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പലരും ചോദിച്ചിട്ടുണ്ട് പിന്നീട് ഈ പേടിച്ച് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പൂർണ്ണമായും പേടിയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. എനിക്ക് എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു ധാരണ എനിക്കില്ലായിരുന്നു. അല്പസ്വല്പം എവിടെയൊക്കെയോ ചെറിയ പേടി ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും അധികം പേടിച്ചു പോയ ഒരു ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് നടക്കുന്നതെന്നുള്ളത്. കാരണം നമ്മൾ ഈ തൊട്ടടുത്ത് പിറ്റേ ദിവസത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്, പിറ്റേ ദിവസത്തേക്ക് വരാം. പക്ഷേ ഇതെന്താണ് നടക്കണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അവിടെ വെടി ഇവിടെ വെടി പൊട്ടക്കം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു രാത്രി കംപ്ലീറ്റ് ഞങ്ങൾ കടന്നു. പല ഭാഗങ്ങളിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയില്ല ഏത് ഭാഗത്താണ് വരുന്നത്, ഏത് ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുമോ? അത് ഏത് സമയത്ത് വരാമല്ലോ. അപ്പോൾ എല്ലാം അതിനൊരു മാർക്കില്ലല്ലോ, ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെ ഈ വന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന ആൾ പറഞ്ഞത്, അതായത് ഈ ഹോട്ടലിലെ ആ തൊഴിലാളി, ഹോട്ടലിലെ മുതലാളിയൊന്നുമല്ല, ഹോട്ടലിലൊരു തൊഴിലാളി വന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മിസൈൽ ആക്രമണമാണെന്ന് പറഞ്ഞു. കാരണം അവിടെയാണ് നമുക്ക് ഇത് മിസൈലാണോ ഷെല്ലാണോ ഗ്രനേഡാണോ പൊട്ടലാണോ ബോർഡർ ഫയറിംഗ് ആണോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ ഓരോ സമയം കഴിയും തോറും ഈ ശബ്ദം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരികയായിരുന്നു. അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ലൈവ് കൊടുക്കുമ്പോഴല്ലേ ഈ പകല് ബാറ്ററി മാറ്റാൻ പോയ സമയത്താന്ന് തോന്നുന്നില്ല അത് പിറ്റേ ദിവസം നമ്മൾ അല്ല, അത് പൂഞ്ചിൽ വെച്ചല്ലേ, പൂഞ്ചിൽ വെച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. അപ്പം ഈ സംഭവം കഴിഞ്ഞു ഒരു 5-6 മണി വരെ ഈ പൊട്ടൽ ഒരു 5 മണി വരെയൊക്കെ പൊട്ടൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു കുറഞ്ഞു, ഈ ഇൻറ്റൻസിറ്റിയൊക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ ഇത് യഥാർത്ഥ അമിട്ടിൽ നിന്ന് പൊട്ടാസിലേക്ക് മാറിയെന്ന് പറയാം. കാരണം ചെറിയ ചെറിയ ശബ്ദമൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്ത് വിഷ്വൽ എടുക്കാൻ ശ്രമിച്ച് നോക്കി, ബ്ലാക്ക് ഔട്ടുണ്ട്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ പുറത്തൊക്കെ ഞാൻ പറഞ്ഞു കോൺവേ പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന്മാർ സമ്മതിച്ചില്ല. അപ്പോൾ അവന്മാർ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ മാറി നിന്നു. അതിന് അവന്മാർ പറയുന്ന അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിച്ച് നോക്കി. പിന്നെ അവസാനം അവന്മാർ പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. പിന്നെ അകത്തിന് തന്നെ ഉള്ള നമുക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ വിൻഡോയുടെ ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയിട്ട് എടുക്കാനൊന്നുമില്ല, ഇരുട്ടാണ്.
ഫുൾ ഇരുട്ടാണ്, വെളിച്ചമില്ല. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ചോദ്യം ഞങ്ങൾക്ക് മുന്നിലുണ്ടായത് തൊട്ടടുത്ത ദിവസം രാവിലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ 5 മണി കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. 5:30 ആയപ്പോൾ ഡെസ്കിൽ നിന്ന് വിളിച്ചിട്ട് ബുള്ളറ്റിൻ നേരത്തെ കയറുകയാണ്. അപ്പോൾ 5:30 തൊട്ട് ലൈവ് എന്ന് പറഞ്ഞു. ജമ്മുവിലും കാശ്മീരിലും നേരം വെളുക്കും. അപ്പം ഈ 5:30 ആയപ്പോഴത്തേക്കും തന്നെ കുറച്ച് വെളിച്ചം, 6 മണിയായപ്പോഴത്തേക്കും നല്ല വെളിച്ചം വരും. അപ്പോൾ 5:30 നമ്മൾ മറ്റേ ലൈവ് കൊടുക്കുന്നു. അപ്പോൾ ലൈവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, കാരണം ഈ ഷട്ടർ ലോക്ക് ചെയ്തേക്കാണ്. ഷട്ടർ ലോക്ക് ചെയ്ത് പോവുകയായിരുന്നു. അപ്പം തലേ ദിവസം ഞങ്ങൾ 2-3 പേരൊക്കെ ഈ ഹോട്ടലിൻ്റെ പരിസരത്തെ കണ്ടു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇതിൽ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒരു മനുഷ്യനുമില്ല. അപ്പം നമ്മുടെ ഒരു ധാരണ ഇപ്പോൾ ലേറ്റായിട്ട്, കാരണം ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളും ലേറ്റായിട്ട് ഉറക്കമണിക്കുന്നത് പോലെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു നോർമലാവും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. രാവിലെ ഒരു 7 മണിയുടെ ലൈവ് കഴിഞ്ഞപ്പോഴാണ് ജഗദീഷ് ഹോട്ടലിലെ മാനേജറെ വിളിച്ചിട്ട് അപ്പോൾ വിളിച്ചപ്പോഴും തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് പോകണം, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോകണം. ഞങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് പോലും ആൾ കേട്ടില്ല. ഒട്ടും സേഫ് അല്ല, കാരണം തലേ ദിവസം പകലാണ് അവിടെ ഇതുണ്ടായത്, ഷെല്ലിംഗ് ഉണ്ടായത്. അപ്പം അതിനൊരു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഗുരുദ്വാര ഉള്ളത്. അതിൻ്റെ അടുത്താണ്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു താമസിച്ചത്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും ഒരു ഷെല്ല് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവറെ വിളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തലേന്ന് അവിടെ കൊണ്ടുവന്ന ഡ്രൈവറുണ്ട്. അപ്പോൾ ഡ്രൈവർ ഫോൺ എടുത്തിട്ട് ആദ്യത്തെ ചോദ്യം ആപ് ജിന്ദാ ഹേ എന്നാണ്, നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം നമ്മളത് കളിക്ക് പുള്ളി നമ്മൾ പറഞ്ഞ് ഞാനായിരുന്നു സംസാരിച്ച്, ഞാൻ പറഞ്ഞ് ഹം ജിന്ദാ ഹേ, ആപ് കിതറെ, പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ അവിടുന്ന് പോയി, ഞാൻ സുരാങ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് പറയാതെ പോയെന്ന്. പുള്ളി പറഞ്ഞു ഇല്ല, പറയാനൊന്നും നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. എനിക്ക് ആ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നീട് എനിക്ക് എൻ്റെ ആകെ ഉള്ളൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് അതും വെച്ച് എനിക്ക് അവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പം പുള്ളി എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി വരില്ല, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ബാക്കി ഞാൻ കൊണ്ടുപോകാം എന്നായിരുന്നു പുള്ളിയുടെ ഉറപ്പ്. അപ്പം ഞാനും നമ്മളാകെ പെട്ടുപോയി. അതിനിടയിൽ ഞങ്ങൾ മറ്റേ ഈ പറഞ്ഞ പോലെ അവിടുത്തെ പൂഞ്ചിലെ മെയിൻ സെൻറ്ററിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം പുറത്തിറങ്ങിയിട്ട് ഈ ഹോട്ടലുകാർ പറഞ്ഞ് നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക, ചിലപ്പോൾ അവരെന്തെങ്കിലും സൗകര്യം ഒരുക്കി തരും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യും. അപ്പം പുറത്തിറങ്ങിയിട്ട് ഒരു മനുഷ്യനെ പോലും, അതായത് ഒരാൾ ആകെപ്പാടെ ഒരു 4-5 തെരുവ് പട്ടികൾ അവിടെ ഒക്കെ ഉണ്ട്. അല്ലാതെ ഒരു മനുഷ്യനെ പോലും നമുക്ക് ആ സ്ഥലത്ത് അടുത്ത ഒരു 15-20 മിനിറ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു CRPF ഒരു ഇത് വന്നിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേറെ സൗകര്യമൊന്നുമില്ല. അവർ പറഞ്ഞു നിങ്ങൾ വേറെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുന്ന്, കാരണം അവർക്ക് അതിനുള്ള ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ വ്യക്തിപരമായി പരിചയമുള്ള വേറൊരു സോഴ്സ് വഴി, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ അവർ വഴിയായിരുന്നു പിന്നീട് ഞങ്ങൾ സുരാങ്കോട്ടിൽ എത്തുന്നത്. അതിനിടയിൽ കുറച്ച് സാധനം ഷൂട്ട് ചെയ്തിട്ട് പോയി. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ തലേന്ന് ഇത്രയും വലിയ ഇതുണ്ടായി സുരാങ്കോട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണെങ്കിലും മറ്റേ ഇത്രയും വരെ എത്തി. അപ്പം ഇനി ഒരിക്കൽ കൂടെ പൂഞ്ചി പോകാൻ പറ്റുകയാണെങ്കിൽ അത്, കാരണം നമ്മൾ തലേ ദിവസം ഇത്രയധികം ശബ്ദമൊക്കെ കേട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും പൂഞ്ചിലേക്ക് ആൾക്കാരെ കയറ്റി വിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സുരാങ്കോട്ടിലെത്തിയപ്പോൾ സുരാങ്കോട്ടിലായിരുന്നു ഈ ആൾക്കാരെ തടഞ്ഞിരുന്നത്. അപ്പം സുരാങ്കോട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു 2 ഇൻ്റർനാഷണൽ ചാനലിലെ 2 ഇന്ത്യൻ ചാനലുകളുടെ, ദേശീയ ചാനലുകളിലും നാഷണൽ മീഡിയയിലുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ അപ്പർ സൈഡിൽ, അതായത് സുരാങ്കോട്ടിൽ ഈ ഞങ്ങളെ കൊണ്ടുവന്ന ആൾ ഇപ്പുറത്ത് കടത്തി വിട്ടില്ല, അപ്പുറത്ത്, കാരണം പുള്ളിക്ക് വീണ്ടും പൂഞ്ചി പോവേണ്ടതാണ്. അപ്പം പുള്ളി ഞങ്ങളെ ഒരു 50 മീറ്റർ അപ്പുറത്താണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ 50 മീറ്ററിൽ ഞങ്ങളെ പെട്ടി, കാരണം ഞങ്ങൾ കൊണ്ടുപോയ പെട്ടി ഞങ്ങളെ മറ്റേ മുഴുവൻ ലഗേജുമായിട്ട് ക്യാമറ ആയിട്ടൊക്കെ നടന്നു വരായിരുന്നു.
അപ്പോൾ ആ നിന്ന ഒരു ക്യാമറാമാനും ജഗദീഷിനെ അറിയാമായിരുന്നു. അപ്പോൾ പുള്ളി അടുത്ത് വന്ന് ഇങ്ങനെ അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പൂഞ്ചിൽ നിന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അത് അവരെ ഒരു അവസരമായിട്ട് അവർ പട്ടാളക്കാരുടെ അടുത്ത് പറഞ്ഞു, ഇതാ ഇവരൊക്കെ മറ്റേ പൂഞ്ചിലോട്ടായിരുന്നു, ഒരു കുഴപ്പമില്ല, മറ്റേ അവിടെ വേറെ മീഡിയാസ് ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അവരെ കടത്തി വിടാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ഇതാ ഇപ്പോൾ അവർ പോകുന്നുണ്ട്, നിങ്ങൾ മറ്റേ അപ്പോൾ അവർ വളരെ പ്രശസ്തരൊക്കെ ആയതുകൊണ്ട് അവനെ അറിയാമെന്നുള്ള ഒരു ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഇവരെ കൂടെ വന്നാൽ മതി, ആ ടീമിൻ്റെ കൂടെ ആ കോൺവോയിലൂടെ വന്നാൽ മതി, അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന്. അപ്പം ഈ മറ്റവരും പറഞ്ഞു അവർ 2 മണിക്കൂർ കൂടുതൽ പൂഞ്ച് സിറ്റിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമത് പൂഞ്ചിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ബോധ്യമായിരുന്നു നമുക്കിനി ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് പൂഞ്ചിലെത്തുകയാണ് ചെയ്തത്. പൂഞ്ചിൽ എത്തിയപ്പോഴാണ് ആ സ്കൂള്, ക്രൈസ്റ്റ് സ്കൂളിൻ്റെ അവിടെ ഉള്ള സ്ഫോടനം. പിന്നെ യഥാർത്ഥത്തിൽ പൂഞ്ചിൽ നമ്മൾ കൂടുതലും നിന്നിരുന്നത് ഈ നഗര കേന്ദ്രീകൃതമായ പൂഞ്ചിൻ്റെ അവിടെ നിന്നൊരു 8-10 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ബോർഡർ ഏരിയ സ്റ്റാർട്ട് ചെയ്യണം. അവിടെയായിരുന്നു യഥാർത്ഥ ഡെഫസ്റ്റേഷൻ നടന്നിരുന്നത്. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ പൂഞ്ചിൽ ഈ അഭയാർത്ഥികളിൽ നിന്ന് തന്നെ പറയാം, അവരെ റീലൊക്കേറ്റ് ചെയ്യുന്നത്. കാരണം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ഈ ബോർഡറിൽ നിന്ന് സിറ്റിക്ക് അടുത്തുള്ള ഒരു സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു 2-3 ദിവസമായിട്ട് കുട്ടികളാരും ഭക്ഷണം. അവിടെ ഏതാണ്ട് 10-13 പേര് മരിച്ചില്ലേ പൂഞ്ചിലാണ് ഈ ഒഫീഷ്യൽ ഡേറ്റ പ്രകാരം ഈ അനൂപ് പറഞ്ഞ ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത്. അൺഒഫീഷ്യലി എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഈ ബോർഡറിലുള്ള ആൾക്കാർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസംഖ്യ കൂടും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാർ പറയുന്ന ഔദ്യോഗിക രേഖകൾക്കൊപ്പം മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ. പക്ഷേ ഈ യഥാർത്ഥ പലായനം, ഒരു യുദ്ധമേഖല എന്നുള്ള ആൾക്കാരുടെ പലായനം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 3:30 മണി വരെ ഞങ്ങൾ പൂഞ്ചിലുണ്ടായിരുന്നു. 3:30-ക്ക് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത പട്ടണമായ രജോരിയിലേക്ക് വരികയായിരുന്നു. ബിംബർഗലി, സുരാൻകോട്ട് ബിംബർഗലി വഴി മെൻഡർ ഞങ്ങൾ ഇടയ്ക്കൊന്ന് മെൻഡർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്ഥലത്തും കൂടെ, അതായത് ഈ അതിൻ്റെ ഒരു ബോർഡർ ഏരിയ വരെ, ബോർഡർ മീൻസ് മെൻഡറിൻ്റെ ബോർഡർ വരെ ഞങ്ങൾ പോയിരുന്നു. കാരണം അവിടെ വെച്ചായിരുന്നു ഒരു വീട് പൂർണ്ണമായി ഈ ഷെല്ലിങ്ങിൽ തകർന്നു എന്ന് ഈ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആർമിക്കാർ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് കാണാൻ വേണ്ടി, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. അത് അവിടെയും പോയിട്ടാണ് തിരിച്ച് ഞങ്ങൾ രജോറിൽ അന്ന് രാത്രി നിന്നപ്പോൾ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് അതിലാകെ അല്ല. രജോരിയിലാണ് ഈ ആദ്യത്തെ ദിവസം സാമ്പിൾ പൂരമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം യഥാർത്ഥ പൂരമായിരുന്നു. ഈ രജോരിയിൽ 8 മണിയായപ്പോഴത്തേക്കും തന്നെ കറണ്ടൊക്കെ പോയി. പക്ഷേ സൈറനൊന്നും മുഴങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പൂഞ്ചിലെ പോലെ ഒരു ഭയാനകമായ അന്തരീക്ഷത്തിലൂടെയല്ല നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകണം. ഈ ദൂരെ അങ്ങ് അതിർത്തിക്ക് അടുത്തൊക്കെ വെടിയൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രിയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ 3 എയർബേസുകൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്ത പാകിസ്ഥാൻ പറഞ്ഞതും പിന്നീട് അത് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി തൊട്ട് ഒരു 8-8:30 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട്. അത് ആദ്യത്തേത് ഈ ബോർഡർ ഏരിയയിലായിരുന്നെങ്കിൽ പിന്നീട് ഞങ്ങൾ അതിലൊരെണ്ണമാണ് നമ്മൾ തത്സമയം പ്രേക്ഷകരുടെ അടുത്ത് ഞങ്ങൾ ലൈവ് നടക്കുന്ന സമയത്ത് പുറത്ത്, അതും ഒരു ഇതാണ്. കാരണം 5:30-ക്ക് അന്ന് ലൈവ് തുടങ്ങി. 6 മണിയായപ്പോൾ നമ്മളൊരു ബ്രേക്കിന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി, ബാറ്ററിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് സമയം ചോദിച്ചു. അപ്പം അവർ ഇത് ചെയ്തോളാൻ പറഞ്ഞ് തിരിച്ച് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ സാധനം, അതായത് ഈ രജോരിയിലെ ഇതുണ്ടാകുന്നത്. അത് ശരിക്കും കാണാമായിരുന്നു അല്ലേ? ഈ ജഗദീഷയുടെ ബാറ്ററി മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ലൈവ് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് സമയം ചോദിച്ചു ബാറ്ററി മാറ്റാൻ വേണ്ടി. കാരണം അവിടെ ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് തലേ ദിവസം ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ ഇതിൽ പോയിട്ട് ജനറേറ്ററൊക്കെ ഓണായിരുന്നു അവിടെ ഉച്ച സമയത്തൊക്കെ. അപ്പോൾ അവിടെ ഒരു 1/2 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ആ ചാർജ് നമുക്ക് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ബാറ്ററി മാറ്റാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. സംഭവിച്ചപ്പോൾ അപ്പോൾ നമ്മൾ ശബ്ദം കേട്ടുള്ളൂ. അതിന് മുന്നേ ഇപ്പോൾ ശബ്ദമുണ്ട്, അതൊന്നും അറിയാൻ പറ്റില്ല എത്ര എണ്ണം വരണുണ്ട്. ഒരെണ്ണം ഹോട്ടലിൻ്റെ ബാക്കിലുണ്ട്, സൈഡിലുണ്ട്, ലെഫ്റ്റും റൈറ്റും. ഫ്രണ്ടിലായിരുന്നു. പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ട് പൊട്ടുന്നതായിരുന്നു ഞങ്ങൾ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിൽ. ആദ്യത്തേത് 100 മീറ്റർ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു 50 മീറ്റർ. അത് ഞങ്ങൾക്ക് നമുക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാം.
പക്ഷെ നമ്മൾ മുറിക്കകത്തായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് പോലെ കാണാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ഹോട്ടലിൻ്റെ മുകളിൽ പോയി പിൻഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇത് കാണാമായിരുന്നു. ഏറ്റവും വിഷമകരം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ ഷെല്ല് പൊട്ടുന്ന, അതായത് നമ്മുടെ ഇത് കാണിച്ച അവിടെയായിരുന്നു രാജ്കുമാർ ഥാപ്പ എന്ന് പറഞ്ഞ ഈ ജമ്മുവിലെ ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വീണ് പൊട്ടിയ ഷെല്ലായിരുന്നു. നമ്മളെ വീഡിയോ കണ്ടത് വീട്ടിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ ഷെല്ല് എത്ര മാരകമാണെന്നുള്ള. കാരണം പുള്ളിയുടെ കിടക്കമുറിയുടെ മുകളിലാണ് ഇത് വീണ്, നേരെ ആ കിടക്കമുറിയിൽ വീണ് അവിടെ നിന്ന് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാനാണ്. അത്രയ്ക്ക് ആ ബ്ലാസ്റ്റിൻ്റെ അതായത് ഇതിൽ നിന്നുള്ള ചീളികൾ വന്ന് തൊട്ടടുത്തുള്ള വീടുകൾ കംപ്ലീറ്റ് ഗ്ലാസ്, വണ്ടി, കാറ് അടിച്ചു. റോഡ് ഒരു 100 മീറ്റർ ഫ്രണ്ടിലും 50 മീറ്റർ ബാക്കിലുമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു 3 എണ്ണം ഇതിനിടയിൽ പൊട്ടിയിരുന്നു. ബാക്കി അല്ല, ഞങ്ങളെ ഏറ്റവും അടുത്ത വിസിനിറ്റിയിൽ പൊട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നീടാണ് ഈ നമ്മളെ പരിചയമുള്ള ഈ ഗണ്ണ് ഈ ആർമിയിലൊക്കെ ഉള്ളവരത്തൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇതൊന്നും ഒരു ലക്ഷ്യത്തിൽ അടിക്കണമല്ല, ഒരു ലക്ഷ്യബോധം ഇല്ലാതെയൊക്കെ മിക്കവാറും ചിലപ്പം അടിക്കണ പലതുമുണ്ട്. അപ്പം ചിലതൊക്കെ ഈ വയലിലൊക്കെ പോയി കിടക്കണതാണ്. ഞങ്ങൾ തിരിച്ച് ജമ്മുവിലൊക്കെ വന്നപ്പം വയലിൽ, അത് മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇത് വീണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ തോതിൽ അവർക്ക് ആർക്കെങ്കിലും കൈയൊന്നും പറിച്ചു പോയിരുന്നെങ്കിൽ ഈ 100-നും 50-നും ഇടയിലുള്ള മീറ്ററിൽ എവിടെയെങ്കിലും വീഴാമായിരുന്നു. അതൊരു പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ജഗദീഷ് കുറച്ചും കൂടെ നമുക്കൊരു ഈ ആദ്യത്തെ ദിവസത്തെ പേടി അത്രത്തോളം ഇല്ല. ആദ്യത്തെ ദിവസം പേടിച്ചു. ആദ്യത്തെ ദിവസം ഇതിലൊരു ലൈറ്റർ മൊമെൻറ്റിൽ പറയുകയാണെങ്കിൽ ജഗദീഷ് മുഴുവൻ സാധനങ്ങളും ഒക്കെ മറ്റേ പാക്ക് ചെയ്തു. അത് കാരണം എന്ന് പറഞ്ഞാൽ ബാലുചേട്ടന് അന്ന് ഈ നമ്മളെ വണ്ടി ട്രെയിനിൽ പോയപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ അസ്വസ്ഥമായിരുന്നു കുറച്ച്. അപ്പോൾ നമ്മൾ റൂമിൽ പോയപ്പോൾ കാലത്ത് മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ എത്തി, അത് കഴിഞ്ഞിട്ട് കുറേ വർക്കൊക്കെ ചെയ്ത് രാത്രി ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വെറുതെ ചാരിയതാണ്. അപ്പോൾ ചെറിയൊരു ഉറക്കം പോലെ വന്നു. ഉറങ്ങാൻ പറ്റില്ല, ചെറുതായിട്ടൊരു അരമണിക്കൂർ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പൊട്ടുന്ന മറ്റേ ഇതില്ല സെല്ലിങ്ങൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചാർജറും ഈ ടി വിയും എല്ലാ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ മറന്നു പോകുമല്ലോ ആ സമയം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ലൈറ്റില്ല, വെളിച്ചമൊന്നുമില്ല. വെളിച്ചമില്ലാണ്ട് തന്നെ ഞാൻ ഈ മൊബൈലിൻ്റെ സ്ക്രീൻ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ബാലുചേട്ടൻ ഒരു 12-1 മണി കണ്ടായപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ചാരിയപ്പോൾ ചെറുതായിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചു, ഏകദേശം സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് സാധനങ്ങൾ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അപ്പോൾ ബാലുചേട്ടനകത്ത് ധാരണ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മറ്റേ ആൾ വന്നപ്പോഴായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആ സമയത്താണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ എല്ലാം പാക്ക് ചെയ്തോ. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇതിന് മുന്നേ സത്യത്തിൽ ഈ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലല്ല, ഞങ്ങൾ കട്ടിലിൻ്റെ സൈഡിലുള്ള ചെറിയ സ്ഥലത്താണ് ഈ ഇരുന്ന് നമ്മുടെ ആ ഒരു ദിവസം പോയത്. രണ്ടാമത്തെ ദിവസം അങ്ങനത്തെ ഒരു പേടി അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടില്ല. പിന്നെ രജോറിയിലെത്തി അന്ന് രാവിലത്തെ ഈ രൂക്ഷമായ അവസ്ഥ ഒക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ടത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കും. അല്ല, രജോരിയിൽ ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായതോടുകൂടി അതൊരു പ്രേതാലയം പോലെ, ഒരു മനുഷ്യനും ഇല്ല. അതെ, കിട്ടുന്ന വണ്ടിയിൽ കയറി ആൾക്കാരെല്ലാം ജമ്മുവിലേക്ക്. ജമ്മു സേഫ് ആണെന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത്. കാരണം ഈ രജോരിക്കും പൂഞ്ചിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന് ഈ അപ്പർ പോസ്റ്റുകളുണ്ട്. ജമ്മുവിൽ അങ്ങനത്തെ ഒരു അപ്പർ പോസ്റ്റ് അവരെ സംബന്ധിച്ചിടത്തില്ല. അപ്പോൾ ഈ ഇവർക്ക് ഒരു ജോഗ്രഫിക്കലി അവർ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ. പക്ഷേ ഇത്തവണത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1999 കാർഗിൽ യുദ്ധത്തിൽ പോലും പാകിസ്ഥാൻ ഈ രജോരിയിൽ ഈ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ ശല്യം നടത്തിയിട്ടില്ല. ഞങ്ങൾ പോയ ഒരു സ്കൂളിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇതാദ്യമായിട്ടാണ് ആ മേഖലകളിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അത് ആ രീതിയിലായിരുന്നു അവർ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അടിക്കായിരുന്നു. അതെ. ഇപ്പം ഗ്രാമങ്ങളിലേക്ക് പോയപ്പോൾ, അഗ്നൂറിലെ ഗ്രാമങ്ങളിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു?
ഈ രജോരിയിൽ നിന്നാണ് ഞങ്ങൾ അക്നൂറിൽ വരുന്നത്. അക്നൂറിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അക്നൂറിന് ഒരു പ്രത്യേകതയുണ്ട്. അക്നൂറിൽ ആണ് ചെനാബ് ഒഴുകുന്നത്. പ്രഗ്വാൽ എന്ന് പറഞ്ഞ ഏറ്റവും അധികം ഈ ഷെല്ലിങ് നേരിട്ട ഒരു ഗ്രാമം, അതിർത്തി ഗ്രാമം, അതൊക്കെ കാണുക എന്നുള്ള റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഞങ്ങൾ അക്നൂറിൽ എത്തുമ്പോഴാണ്, അക്നൂറിലേക്കുള്ള വഴിയിലാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്നറിഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ അന്ന് അക്നൂറിൽ നിന്നില്ല, നേരെ ജമ്മുവിൽ വരികയാണ് ഉണ്ടായത്. പിന്നീട് ഞങ്ങൾ അക്നൂറിൽ പോയിരുന്നു. അക്നൂറിൽ പോയപ്പോഴത്തേക്കും ഈ അവിടെ ആൾക്കാർ ഈ തൊട്ടടുത്ത ദിവസമായിരുന്നു ഞങ്ങൾ അക്നൂറിൽ പോകുന്നത്. അപ്പം ആൾക്കാരൊക്കെ വളരെ സന്തുഷ്ടരായിരുന്നു. റോഡിലിരുന്ന് ചീട്ട് കളിക്കണയൊക്കെ കാണാമായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർ പറയുന്നുണ്ടായിരുന്നു തലേ ദിവസം വെടിവെപ്പ് ഉണ്ടായിരുന്നു. അവരപ്പോഴും അവർക്ക് പാകിസ്ഥാനെ വിശ്വാസമില്ല. പാകിസ്ഥാൻ വെടിവെക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ അവിടെ ഷെല്ലിംഗ് ഒന്നുമില്ല. പിന്നെ ഡ്രോണുകൾ വന്നിരുന്നു, ഡ്രോണുകൾ ഇത് ചെയ്തിരുന്നു, ഡ്രോണുകൾ അറ്റാക്ക് കിടക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അനുഭവമാണോ പറയുന്നത്? അതെ, അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത്. ഈ ജഗദീഷ് ചേട്ടൻ രണ്ടുപേരും ഇങ്ങനൊരു ഒരു ഒരു യുദ്ധ സമാന സാഹചര്യത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് കരുതിയിരുന്നോ എപ്പോഴെങ്കിലും ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു? ഇല്ല, ഇതുവരെ അങ്ങനെ കരുതിയിരുന്നില്ല. സഡൻലി ഒരു ഇത് വന്നപ്പോൾ നമ്മുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു ഒരു ഇത് വന്നു. അപ്പോൾ നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഈ മൊത്തത്തിൽ ശരിക്കുള്ള ഷെല്ലിങ് എന്താണെന്ന് ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ. ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ രജോറി, പുഞ്ച്, പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസങ്ങൾ. അപ്പോൾ ഇത് കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലൈവിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാറ്ററി മാറ്റി രണ്ടാമത്തെ നമ്മൾ ലൈവിന് റെഡിയായി നിൽക്കുമ്പോഴാണ് ഇതവിടെ ഷെല്ലിങ് ഉണ്ടാകുന്നത്, പൊട്ടുന്നത്. ആ പൊട്ടിയപ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം കണ്ടിട്ട് ആദ്യം നമ്മൾ പേടിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ ഡോർ തുറന്ന് നോക്കി. ഡോറില്ല, അത് കറക്റ്റ് തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു പുക കണ്ടത്. അത് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ നേരെ പോയി അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇത് നമ്മുടെ 100 മീറ്റർ ദൂരത്തിൽ ഇതുപോലത്തെ പൊട്ടുന്നത് കാണുന്നതും. ഇത് ഭയങ്കര ശബ്ദമായിരുന്നു അതിന്. അത് മാത്രമല്ല, അതിൻ്റെ നമ്മൾ ഹോട്ടലിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഒരു 50 മീറ്റർ ദൂരമാണ്. അത് നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടായി. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കാൻ പറ്റില്ല, പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ഏത് സൈഡിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. ഈ ബാലചേട്ടൻ ബങ്കറുകളിൽ പോയല്ലോ ഈ അതിർത്തി. അതിനു മുമ്പ് ഞാൻ ജഗദീഷിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. അതായത് ജഗദീഷിൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഗദീഷ് പറഞ്ഞ ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ജഗദീഷിൻ്റെ ഗ്രാമത്തിൽ ഓരോ വീട്ടിലും മിനിമം ഒരാളെങ്കിലും ഈ സൈന്യത്തിൽ ഉള്ള ഒരു ഇതാണ്. അപ്പം പലയിടത്ത് പോകുമ്പോൾ ഈ ജഗദീഷ് മറ്റേ ഈ നെയിമൊക്കെ കണ്ടിട്ട് ഇവരെ തിരിച്ചറിഞ്ഞ്, കാരണം അവിടുത്തെ കാസ്റ്റ് നെയിമും ഗോത്ര നെയിമും ഒക്കെ കണ്ട് ജഗദീഷ് ആൾക്കാരെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം സൈന്യത്തിൽ ഈ സമയത്ത് ജഗദീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു പണ്ട് സൈന്യത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഏതായാലും ഒരു യുദ്ധം ജഗദീഷിന് ഇങ്ങനെ ലൈവായി കാണാൻ പറ്റി. സൈന്യത്തിൽ പോയില്ല എങ്കിലും അത് ആഗ്രഹിച്ചാണ്, പല പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. പല ഘട്ടങ്ങളായിട്ട് പോയിട്ട് അവസാനം ചില സമയത്ത് മെഡിക്കലിലും അല്ലെങ്കിൽ പിന്നെ റിട്ടേണിലെയോ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഇതിന് ഇത് വേറെ എന്തോ പ്രശ്നമാണ്, ടെക്നിക്കൽ എന്തോ പ്രശ്നമാണ്. അതൊന്നും എന്താണെന്നുള്ള നമുക്ക് അറിയില്ല. പക്ഷെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതിലായിട്ട് നേരിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. ജഗദീഷ് ഈ കഥ എൻ്റെ അടുത്ത് സൈന്യത്തിൽ പോകേണ്ട കഥയൊക്കെ എൻ്റെ അടുത്ത് ഈ സമയത്താണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് എൻ്റെ വലിയ കാരണം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ഗൾഫ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ 1990s. അപ്പം അതായിരുന്നു ഈ ആദ്യമായിട്ട് അന്ന് ഈ അമേരിക്കൻ പടക്കപ്പലിലൂടെയൊക്കെ ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഇറങ്ങണതുമൊക്കെ അന്ന് ടി വിയിൽ ആദ്യമായിട്ട് കാണുന്ന അപ്പോഴാണ്. അന്നോട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇങ്ങനെ പോയിരുന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 99 കാർഗിലിൻ്റെ സമയത്ത് കോളേജിലായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ ഈ ഇന്ത്യയിലെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ടെറർ അറ്റാക്ക് ആയിരുന്നു. അത് പോയി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാലത്തുണ്ടായിട്ടുള്ള 2 കാര്യം, ഒന്ന് പാലസ്തീൻ ഇസ്രയേലും പിന്നെ ഉക്രൈൻ റഷ്യയും മാത്രമായിരുന്നു. അതിനൊന്നും പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം നടന്നു എന്നുള്ളതാണ്. ഇനിയും ചിലപ്പോൾ ഉണ്ടാകേക്കാം. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ഒരു ജേർണലിസം കരിയറിൽ
ഇടയിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടായാൽ തന്നെ നമ്മുടെ ആ പ്രായമൊക്കെ കഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു എന്നെ സംബന്ധിച്ചൊരു ലാസ്റ്റ് ബസ് എന്നുള്ളായിരുന്നു. എന്തായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ സംഘർഷം, യുദ്ധം എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് ഭയങ്കര കുഴപ്പമുണ്ടാകുന്ന കാര്യമാണ്. എന്തായാലും ഒരു കാര്യം കൂടി, ഈ ബങ്കറുകൾ അതിർത്തിയിൽ മനുഷ്യന് ജീവൻ പിടിച്ചിരിക്കാൻ വേണ്ടി നിർമ്മിച്ച സാധനങ്ങളാണ്. അവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും പോയി കാണാനൊന്നും പറ്റില്ല. അങ്ങനെ പോയി കണ്ടു. അത് എങ്ങനെയാണ് അതിൻ്റെ ബങ്കറിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് ബങ്കറിൽ പോയ ചാനലുകളൊന്നും നമ്മളായിരുന്നു. അതും LOCയുടെ ഏറ്റവും അടുത്ത് പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് ഒരു 500 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു നമ്മൾ ലാസ്റ്റ് ബങ്കറിലായിരുന്നു നമ്മൾ പോയിരുന്നത്. അതും വളരെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ തോതിലൊക്കെ ഉള്ളൊരു ഭയമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമുക്ക് അവിടെ കൃത്യമായൊരു വ്യക്തമായൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ സമയത്ത് അവർ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഈ പാകിസ്ഥാൻ്റെ പോസ്റ്റോ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് സ്ഥലം നമ്മൾ ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യരുത്. 2, നമുക്ക് തത്സമയമായിട്ട് ഈ സാധനം നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഈ ബങ്കറുകൾ ഇപ്പോൾ ഏതാണ്ട് 14,000-ഓളം ബങ്കറുകളാണ് ഈ ബോർഡർ LOCയിലും ഇൻ്റർനാഷണൽ ബോർഡറിലുമായിട്ടുള്ളത്. സത്യത്തിൽ ഈ കാഷ്വാലിറ്റിയുടെ എണ്ണം കുറയ്ക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് ഈ ബങ്കറുകൾ ഈ വരുത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ബങ്കറുകൾ പണിതിരുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഇതിനകത്ത് ഞങ്ങൾ ആദ്യം പോയിരുന്ന സ്ഥലത്തിൽ അവിടെ പലരും ബങ്കറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വളർത്തുമൃഗങ്ങളെ വളർത്താനും അതുപോലെ തന്നെ കൃഷി സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനും ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പലയിടത്തും ബങ്കറിൽ പോയി. ഞങ്ങൾ ഉറിയിലടുത്തൊരു ബങ്കറിൽ പോയി. ആ ബങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ്. കാരണം അവിടെയാണ് അവരുടെ ജീവിതം അവർ ഇത് ചെയ്യുന്നത്. കാരണം ഇത് വളരെ നല്ല തിക്കായിട്ടുള്ള, അതായത് ഒരു ഷെല്ലൊക്കെ വീണാൽ പോലും പെട്ടെന്ന് അത് തകരുന്ന തരത്തിലല്ല, അത്രയ്ക്ക് നല്ല കട്ടിയുള്ള കോൺക്രീറ്റിൽ നല്ല ഒരു ഇതിൽ ആണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. പലയിടത്തും ഞാൻ പിന്നീട് ഈ പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്നത് ഈ പലയിടത്തും ആൾക്കാരെ രക്ഷിച്ചത് അതുപോലെ തന്നെ നമ്മൾ RS പുരയിൽ പോയിരുന്നപ്പോൾ അവർ പറഞ്ഞു, RS പുരയിൽ ഈ ഒരു രാത്രി കംപ്ലീറ്റ് ഷെല്ലിങ് ഉണ്ടായപ്പോഴത്തേക്ക് ആൾക്കാർ കമ്മ്യൂണിറ്റി 2 തരത്തിലുള്ള ബങ്കറുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി ബങ്കറും ഒന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോ വീടുകളിലുള്ള ബങ്കർ. ഈ കമ്മ്യൂണിറ്റി ബങ്കറിലാണ് ആൾക്കാർ അത്രയും വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊക്കെ പൊട്ടിയെങ്കിലും ഈ ബങ്കറുകൾ അങ്ങനെ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അല്ലെങ്കിൽ ബങ്കറുകൾക്ക് വലിയ സുരക്ഷിതമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അതൊരു വലിയ ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഈ RS പുരയിൽ നമ്മൾ പോയപ്പോൾ ബങ്കറിൽ എന്ന് പറഞ്ഞാൽ ഈ എവിടെ ഷെല്ലിങ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അവന്മാർ ഫാമിലി ഉണ്ടല്ലോ, പിള്ളേരെ ഇതൊക്കെ എല്ലാവരും ദൂരെ എവിടെയെങ്കിലും പറഞ്ഞയക്കും. അപ്പോൾ ബോർഡറിൽ ബോർഡറിൽ അത് നമ്മളെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയും സ്ത്രീകളെയും അവർ ഈ മെയിൻ ലാൻഡിലേക്ക് വിടും. എന്നിട്ട് പുരുഷന്മാർ മാത്രം അവിടെ ഉണ്ടാവും. കഴിവതും പ്രായമായ പുരുഷന്മാർ, ചെറുപ്പക്കാരായ പുരുഷന്മാരെ അവർ 2ാം ഘട്ടത്തിൽ വിടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നുകാലികൾ, വളർത്തുമൃഗങ്ങളൊക്കെയാണ് ഇവരുടെ ഈ ഉപജീവന മാർഗത്തിലൊരു വലിയ, അതിനെ നോക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെയർ മിനിമം ആൾക്കാർ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പോകും. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ വെച്ചിട്ട് അവിടെ നിൽക്കും. ബാക്കിയുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങൾ. യുദ്ധം നമ്മളെ അടുത്ത് എത്തുന്നത് വരെ നമുക്കിതൊരു ഒരു വേറൊരു ചിത്രമാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കാണുമ്പോൾ, അവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ, ഇത് ഒരു ദിവസമെങ്കിലും ഒരു നിമിഷം നേരത്തെ തീരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം യുദ്ധ സമാന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്തായാലും നിയന്ത്രണ രേഖ എന്നൊരു പുസ്തകമുണ്ട്. അത് ഹാപ്പി മോൻ ജേക്കബ് എഴുതിയത്. അദ്ദേഹം ഇന്ത്യയുടെ അതിർത്തി മേഖലയിലൂടെയും പാകിസ്ഥാന്റെ അതിർത്തി മേഖലയിലൂടെയും സഞ്ചരിച്ചു. എന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചു. ഈ 2 ഭാഗത്തെയും ജനങ്ങൾ പറയുന്ന വിദ്യുതമായൊരു സാഹചര്യമുണ്ട്. വെടിനിർത്തൽ കരാർ ഉള്ളപ്പോൾ തന്നെ അത് ലംഘിച്ചുകൊണ്ട് വർഷാവർഷം നടക്കുന്ന തുടരെയുള്ള വെടിവെപ്പ്, അതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും 100 കണക്കിന് പേർ മരിച്ചു വീഴുന്നുണ്ട്. അവരൊന്നും പേര് നമുക്ക് ഇപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. ജവാന്മാർ വീരമൃത്യു വരിക്കുന്നുണ്ട്, അവരുടെയും പേര് നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. കാരണം അതൊക്കെ തുടർച്ചയായ ദിവസങ്ങളിൽ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മനുഷ്യന്
സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമസ്കാരം.